ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗെയ്സ്, നമ്മുടെ സ്വന്തം നാട് തന്നെയാണ്, നെന്മിനി പ്രദേശത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് മഴക്കാലമായ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട്. അതുപോലത്തെ ഒരു വെള്ളച്ചാട്ടമാണ് ഇപ്പോൾ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള വെള്ളച്ചാട്ടത്തിനൊക്കെ നമുക്ക് ലാസ്റ്റ് പോകാം. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ നിൽക്കുന്നത് ഇപ്പോൾ താറങ്ങച്ചോല അറിയും. താറങ്ങച്ചോലയിലെ വെള്ളച്ചാട്ടമാണ് ഈ കാണുന്നത്. അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. മൺസൂൺ കാലത്ത് നമുക്ക് അടിപൊളിയായിട്ടുള്ള വെള്ളച്ചാട്ടങ്ങളും അതേമാതിരി പച്ചപ്പുള്ള പ്രദേശങ്ങളൊക്കെ കാണാൻ കഴിയും. അങ്ങനെ കേസ് നമ്മൾ താറങ്ങച്ചോലയിലെ വെള്ളച്ചാട്ടത്തിന് നിന്ന് നമ്മൾ ഇനി അടുത്ത് പോകാൻ നിൽക്കുന്നത് നേരെ അയ്യപ്പൻചോല അറിയും. അയ്യപ്പൻചോല ഇതിൻ്റെ നേരെ മേലോട്ടാണ്. ഇപ്പം നമ്മൾ താഴത്തു നിന്ന് തന്നെ ഇങ്ങനെ കയറി വന്ന് അയ്യപ്പൻചോലയിലോട്ട് പോകുന്ന വഴിയാണ്. അപ്പോൾ ഇതിൽ കൂടെ ഇങ്ങനെ പോകണം. അപ്പോൾ ഞാനും ഉണ്ട്, എൻ്റെ 2 സുഹൃത്തുക്കളുണ്ട്. പണിയൊന്നുമില്ലാതെ വെറുതെ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. എല്ലായിടത്തും പോകുന്ന ഒരു വിധം ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ ഈ പ്രദേശത്തെ കാഴ്ചകളൊന്നും യൂട്യൂബിലൊന്നും എവിടെയും കാണാൻ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് യൂട്യൂബിലൊന്ന് അപ്ലോഡ് ചെയ്യാമെന്നുള്ള ഒരു ഇതിലിങ്ങനെ ഇറങ്ങിയതാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ അയ്യപ്പൻചോലയിൽ എത്തിയിട്ടുണ്ട്. അത് അയ്യപ്പൻചോല ഈ കാണുന്നത് തന്നെയാണ്. ഇവിടെയൊക്കെയാണ് മാലിട്ട് കഴിഞ്ഞ സ്വാമിമാർ കുളിക്കാൻ വരുന്നതെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേലെ ഒരു ചെറിയൊരു കുഴിയാണ്. ആ കുഴിയിലാണ് കുളിക്കുന്ന സ്ഥലം. ഇവിടെ അത്യാവശ്യം ചാടാൻ പറ്റിയൊരു കുഴിയാണ്. നല്ല രസമല്ലേ. ഇതൊന്നല്ല നമ്മുടെ മെയിനായിട്ടുള്ള വെള്ളച്ചാട്ടം അത്യാവശ്യം ഫേമസായി കിടക്കുന്നത് വെറ്റിലപ്പാറ എന്ന സ്ഥലത്താണ്. വെറ്റിലപ്പാറ ഇവിടുന്ന് കുറച്ച് ഓടാണ്ട്. നമ്മൾ കമാനം വഴി ഇങ്ങനെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ മദർസുംപടി അതിലെങ്ങനെയും കയറാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പരിയാടം അതിൽക്കൂടെ ഇങ്ങനെ മലക്ക് ചാരി ഇങ്ങനെ പോരുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ഇനി പോകാൻ നിൽക്കുന്നത് വെറ്റിലപ്പാറ വെള്ളച്ചാട്ടത്തിലേക്കാണ്. ഇവിടുന്ന് കുറച്ച് റൺ ചെയ്ത് പോകാണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന റൂട്ടിൽ പോകാനാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഓഫ് റോഡൊക്കെ ആയിട്ടാണ് പോകാൻ കഴിയുള്ളൂ. അതായിട്ട് ഫുള്ളായിട്ട് വണ്ടി അങ്ങോട്ട് പോവില്ല. അപ്പോൾ കാറായിട്ടൊക്കെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം വണ്ടി കൂടുതൽ അങ്ങോട്ടൊന്നും പോവില്ല. എന്തല്ലേ നല്ല മഴക്കാലത്ത് നല്ല നല്ല കാഴ്ചകളൊക്കെ കാണാൻ. വെറുതെ ഒരു സൺഡേ ഒക്കെ സ്കൂളൊക്കെ ഇല്ലാത്ത ടൈമിലൊക്കെ എല്ലാവർക്കും പറ്റുന്ന ഓരോ ഇതുള്ളൂ. പോകാൻ കൂടുതൽ ചിലവൊന്നും ഇല്ലാത്തൊരു ഇതാണ്. നമ്മൾ അങ്ങനെ വെറ്റിലപ്പാറ വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. പോകുന്ന വഴിക്ക് തന്നെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെയാണ്. അത്യാവശ്യം കാടൊക്കെ ആയിട്ടുള്ള വന്യജീവികൾ എന്ന് പറയാനൊന്നുമില്ല. ഇതിന് കുറച്ച് മുമ്പേ പുലി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു വട്ടം ഒരു പുലിനൊക്കെ പിടിച്ചതായിട്ട് കണ്ടിട്ട്. പക്ഷേ നമ്മൾ ഈ മലയല്ല, അത് മുള്ളിയാവർഷി ആ ഭാഗത്തേക്കാണ്, അപ്പുറത്തെ സൈഡിലേക്കാണ്. കണ്ടില്ലേ, ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. നല്ല രസമാണ്. പോകുന്ന കുറച്ച് ടാസ്ക്കാണ് വണ്ടിയായിട്ടൊക്കെ. ഓഫ് റോഡ് വണ്ടികൾക്ക് സുഖമായിട്ട് പോവാൻ പറ്റുന്നൊരു റോഡുള്ളൂ. കാറൊക്കെ എന്താ വെച്ചാൽ കാറായിട്ടൊക്കെ പോരുമ്പോൾ നമ്മൾ അടിയോറും പമ്പർ വരുതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്യൂസൊക്കെ ഉണ്ടാവും. കാറായിട്ട് വരുന്നവർക്ക് ഏറ്റവും ബെറ്ററായിട്ടുള്ള വഴി അറിയുന്നത് മദർസുംപടി കരിപ്പൂർ റോഡ് അറിയും. കരിപ്പൂർ റോഡിന് കുറേ വന്നു കഴിഞ്ഞാൽ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ വണ്ടി നിർത്തി കുറച്ച് നടക്കാനുള്ളൊരു ദൂരമുള്ളൂ. കുറേ റീൽസിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഈ നെന്മിനി വെള്ളച്ചാട്ടം. അല്ലെങ്കിൽ കുറേ ആൾക്കാർക്ക് കറക്റ്റായിട്ട് എവിടെയെന്ന് അറിയില്ല. പാണ്ടിക്കാടാണ് ഈ സ്പോട്ട് അന്നൊക്കെ കൊടുത്തിട്ടുള്ള ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. മലക്ക് ചാരി പോരുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും ആസ്വദിക്കാനും അത്യാവശ്യം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ വെള്ളച്ചാട്ടങ്ങളാണ്. നല്ല കാണാൻ നല്ല ഭംഗിയുള്ള അരുവികൾ.
മൺസൂൺ കാലത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് ഇമാതിരി കാഴ്ചകളും ഇതൊക്കെ കാണാൻ കഴിയുള്ളൂ. അങ്ങനെ ഏറെക്കുറെ കേസ് നമ്മളിവിടെ കുറച്ചും കൂടി പോകാണ്ട്, ഏറെക്കുറെ എത്താനായിട്ടുണ്ട്. കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി നിർത്തിയിട്ട് നടക്കണമെന്ന് വെച്ചാൽ റോഡുണ്ട്, പക്ഷേ വെള്ളം വന്നിട്ട് വഴി മൊത്തം മൂടി കിടക്കുകയാണ്. ഞങ്ങൾ കുറച്ച് മുമ്പ് വന്നപ്പോൾ ചാലായിട്ട് വണ്ടി അങ്ങോട്ട് അപ്പുറത്തേക്ക് കടക്കാൻ കഴിയൂല. അപ്പോൾ ഏറെക്കുറെ നമ്മളിവിടെ എത്തി, വണ്ടി ഇവിടെ സൈഡാക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്ന് പോകണം. അത്യാവശ്യം ട്രക്കിങ് കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ പറ്റിയൊരു ഏരിയയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മേലെ ഏറ്റവും ടോപ്പ് നെമ്മിനി കൊടുകുത്തിമല എന്നൊക്കെ പറയും. പക്ഷേ മനോരമ എസ്റ്റേറ്റ് അതിൽ കയറിപ്പോക്ക് ടാസ്ക്കാണ്. കാരണം എന്താ വെച്ചാൽ എല്ലാവരും ഒന്നും കടത്തി വിടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ആ റോട്ടിന് കുറേ നടന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഗേറ്റ് കാണും. ഈ ഗേറ്റ് ചാടിയിട്ട് വേണം നമ്മൾ വെള്ളച്ചാട്ടത്തിലേക്ക് പോവാൻ. അങ്ങനെ ചാടിക്കഴിഞ്ഞ് നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ കുറച്ച് ഇതുവരെ നടക്കാനുള്ളൊരു പാത മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് ഏറെക്കുറെയൊക്കെ കാടൊക്കെ മൂടി കിടക്കുകയാണ്. നല്ല വൈക്കുന്നൊരു സ്ഥലം കൂടിയാണ് കേട്ടോ. നമ്മൾ ഈ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കണം. വൈക്കുന്നതൊക്കെ വീഴാൻ സാധ്യത കൂടുതലുണ്ട്. കാരണം മഴ പെയ്തുകൊണ്ട് കൂടുതൽ വഹിക്കാനുള്ള സാധ്യത കൂടുതലാണ്. വെള്ളച്ചാട്ടം ഇവിടെ വന്നാൽ ഫസ്റ്റ് വരുന്നവർക്ക് നല്ല എൻ്റർടൈൻമെൻറ്റ്, നല്ല എൻജോയ്മെൻ്റ് ആക്കണം. കാരണം അടിപൊളി വെള്ളച്ചാട്ടം തന്നെയാണ് നമ്മളെ നെമ്മിനിയിലെ വെള്ളച്ചാട്ടം എന്ന് പറയുകയാണ്. ഒരുപാട് റീൽസിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ നമുക്ക് വെള്ളച്ചാട്ടത്തേക്ക് കണ്ട് എത്താനായിട്ടുണ്ട്. കുറച്ചും കൂടി നടക്കാനുള്ളൂ. ഇപ്പോൾ ഗൈസ് നമുക്ക് ഇവിടുന്ന് കാണുന്നില്ല, വെള്ളം ചാടുന്നൊരു ഇത് കാണുന്നുണ്ട്. ഇപ്പോൾ ഗൈസ് നമ്മൾ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. കാണുന്നില്ലേ? കിഡിലുള്ള വെള്ളച്ചാട്ടം, ഒരു രക്ഷയില്ല. നല്ല അടിപൊളി. നല്ല മഴയും കൂടി പെയ്തിട്ടുണ്ടല്ലോ. ഫുള്ള് കോടയും കാര്യങ്ങളൊക്കെ മൂടിയിട്ടേക്കരം കിഡിലുള്ള സ്പോട്ടാണ്. അപ്പോൾ ഒരു വട്ടെങ്കിലും നെമ്മിനി വെള്ളച്ചാട്ടത്തിൽ വരാത്തവരുണ്ടെങ്കിൽ വന്ന് ജസ്റ്റ് കണ്ട് വിസിറ്റ് ചെയ്ത് പോയിക്കോളി. നമ്മുടെ സ്വന്തം നാടായതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ ഇടയ്ക്കിടയ്ക്ക് പോണതാണ്. അതുകൊണ്ട് ഞാൻ ഇതുവരെ വീഡിയോ ഒന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ ഒന്ന് വീഡിയോ ചെയ്യാമെന്നുള്ളൊരിതിൽ നിങ്ങളെയും കൂടി കാണിക്കാമെന്നുള്ളതിൽ എടുത്തതാണ്. അപ്പോൾ ഗൈസ്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക.